ഇറാനുമേൽ രാത്രി വീണ്ടും ആക്രമണം നടത്തിയ അമേരിക്ക. ബന്ദർ അബ്ബാസ്, ഖിഷം ദ്വീപുകൾക്ക് നേരെയാണ് പുതിയ ആക്രമണം. ഇന്ന് വെളുപ്പിന് അമേരിക്ക നടത്തിയ ബോംബാക്രമണത്തിന് മറുപടിയായി ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ തിരിച്ചടിച്ചു. ഖത്തറിൽ മിസൈൽ അവശിഷ്ടം പതിച്ച് ഒരു കുഞ്ഞുൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. ഹോർമുസ് വീണ്ടും ഇറാൻ അടച്ചു. അതേസമയം വാണിജ്യ കപ്പലുകൾക്കായി ഹോർമുസ് തുറന്നതായി അവകാശപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ആക്രമണങ്ങൾക്ക് പിന്നാലെ മധ്യസ്ഥ നീക്കങ്ങൾ പ്രതിസന്ധിയിലായി. വിവരങ്ങളുമായി MCA നാസർ ചേരുന്നുണ്ട്. MCA, ഇറാനിലേക്കുള്ള അമേരിക്കയുടെ ആക്രമണം തുടരുകയാണ്. അതിലേറ്റവും ആശങ്ക, ഏറെ നാളുകൾക്ക് ശേഷം പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു ആശങ്ക പടരുകയാണ്. എങ്ങനെയാണ് നിലവിലെ സാഹചര്യം? മധ്യസ്ഥ ചർച്ചകളൊക്കെ പ്രതിസന്ധിയിലാവുന്ന ഘട്ടമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്താണ് ഇതിനൊരു പരിഹാരമുള്ളത്? ഒപ്പം തന്നെ പശ്ചിമേഷ്യ നിലവിൽ വലിയൊരു ആശങ്കയിലേക്കാണോ നീങ്ങുന്നത്? അല്പം മുമ്പാണ് കിഷൻ ദ്വീപ്, ബന്ദർ അബ്ബാസ്, 2 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾക്ക് നേരെയാണ് അമേരിക്കയുടെ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതിൽ ബന്ദർ അബ്ബാസിൽ മാത്രം 11 മിസൈലുകൾ പതിച്ചതായിട്ടാണ് ഗവർണർ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇറാൻ മാധ്യമങ്ങളും ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട്. US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് അമേരിക്കൻ മാധ്യമമായിട്ടുള്ള ആക്സിയസും വളരെ വിപുലമായിട്ടുള്ള ആക്രമണങ്ങൾ ഈ 2 കേന്ദ്രങ്ങളിൽ നടന്നതായിട്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. ഔദ്യോഗികമായിട്ട് US സെൻട്രൽ കമാൻഡിന്റെ വിശദീകരണം മാത്രം അതുകൂടിയാണ് ഇനി പുറത്തു വരാനുള്ളത്. എന്തായാലും പ്രത്യാക്രമണങ്ങൾ തുടരും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. കാരണം 2 വിഭാഗവും, ഇറാനും അമേരിക്കയും അതിശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് നടത്തുന്നത്. ഹോർമുസ് പൂർണ്ണമായിട്ടും അടച്ചതായിട്ടും അമേരിക്ക തങ്ങളുടെ കടുത്ത നിലപാടിൽ നിന്ന് പിൻവാങ്ങാതെ ഹോർമുസ് തുറക്കുകയില്ല എന്നും ഇറാൻ വ്യക്തമാക്കുമ്പോൾ ഹോർമുസ് ഇപ്പോൾ തന്നെ തുറന്നു കിടക്കുകയാണെന്നും തങ്ങളുടെ സുരക്ഷയിൽ കപ്പലുകൾക്ക് പോകാവുന്ന ഒരു സൗകര്യം ഒരുക്കിയതായിട്ടുമാണ് ട്രംപ് അവകാശപ്പെടുന്നത്. പക്ഷേ ഫലത്തിൽ ഏതെങ്കിലും കപ്പലുകൾ ഹോർമുസിലൂടെ ഇന്ന് പോയതായിട്ട് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഇനിയും വന്നിട്ടില്ല. നേരത്തെ അരി സൂചിപ്പിച്ചതുപോലെ ഇന്ന് രാവിലെ വ്യാപകമായിട്ടുള്ള ആക്രമണമായിരുന്നു ഇറാന് നേരെ അമേരിക്ക നടത്തിയത്. അതിന്റെ തിരിച്ചടി എന്ന നിലയ്ക്ക് സൗദി അറേബ്യ ഒഴികെ ഗൾഫിലെ 5 ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായത്. ഇതിൽ ഏറെക്കുറെ പൂർണ്ണമായിട്ടും ഇത് പ്രതിരോധിക്കാൻ തങ്ങൾക്ക് സാധിച്ചുവെന്നാണ് ഗൾഫ് രാജ്യങ്ങൾ അവകാശപ്പെടുന്നത്. അതോടൊപ്പം തന്നെയാണ് മിസൈലിന്റെ അവശിഷ്ടം പതിച്ചാണ് ഖത്തറിൽ 3 പേർക്ക്, ഒരു കുഞ്ഞുൾപ്പെടെ പരിക്കേറ്റ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഒമാനു നേരെയും ആക്രമണം നടന്നു.